നമസ്കാരം, വിനയാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം. ടിപ്പ് നമ്പർ 1. ഇന്നത്തെ ആദ്യത്തെ ടിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വൈറ്റ് കളർ ഷർട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികളുടെ യൂണിഫോം ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ എടുക്കുന്ന ഷർട്ടൊക്കെ ആണെങ്കിലും ശരി, വൈറ്റ് കളറുള്ള ഷർട്ടിൻ്റെ കോളറിൽ ചെളി പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നമുക്ക് വാഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ട് തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ നന്നായിട്ട് ഉരച്ച് തേച്ച് കഴുകുക ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ കോളറിൽ ചെളി പിടിക്കാതെ ഇരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അഴുക്ക് അധികം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കിടിലൻ ഒരു ടിപ്പാണ് കേട്ടോ ഇത്. വീട്ടമ്മമാർക്ക് എന്തായാലും പ്രയോജനപ്പെടുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഷർട്ട് എടുക്കുക. അപ്പോൾ കുഞ്ഞുങ്ങളുടെ യൂണിഫോം ഷർട്ടൊക്കെയാണ് വൈറ്റ് കളർ ഉണ്ടെങ്കിൽ അതെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമുക്ക് ആദ്യം ഒന്ന് മടക്കാട്ടോ. ഇങ്ങനെയല്ലേ നമ്മൾ കോളർ മടക്കി വെക്കുന്നത്. അപ്പോൾ ഇതുപോലെ ആദ്യം ഇങ്ങനെ ഒന്ന് കോളർ കറക്റ്റായിട്ടിട്ട് മടക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടത് ഈ ഒരു സംഭവമാണ് കേട്ടോ. ഇതിന് മൈക്രോപോർ എന്ന് പറയും. ഇത് നമുക്ക് മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇത് എടുത്തിട്ട് ഇങ്ങനെ നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഈ കറക്റ്റ് ഈ ഒരു ഭാഗത്ത്, അതായത് കോളറിൽ ആ ഒരു ചെളിയൊക്കെ പറ്റുന്ന അഴുക്കൊക്കെ പറ്റുന്ന ആ ഒരു ഭാഗമില്ലേ, അവിടെ കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലെ ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഷർട്ട് ഇടുകയാണെങ്കിലുണ്ടല്ലോ, നമ്മുടെ എന്താ പറയുക പെടലിയിലൊക്കെ ഉള്ള ചെളിയൊന്നും ഈ ഷർട്ടിലേക്ക് ആകാതെ, അഥവാ എന്തെങ്കിലും അഴുക്കൊക്കെ പറ്റുകയാണെങ്കിൽ വിയർക്കുന്നത് കൊണ്ടൊക്കെ ആണെങ്കിൽ ഒരുപാട് അഴുക്കൊക്കെ കളറിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഈ തുണിയിലേക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നിങ്ങളൊന്ന് ഒട്ടിച്ചു കൊടുത്തു വിടുകയാണെങ്കിലുണ്ടല്ലോ, നമുക്ക് പിന്നെ യൂണിഫോം ഒക്കെ കഴുകുമ്പോൾ വളരെ ഈസി ആയിരിക്കും. എന്നിട്ട് നമ്മൾ വൈകുന്നേരം യൂണിഫോം കഴുകുന്ന സമയത്ത് ഇതങ്ങോട്ടൊന്ന് എടുത്തു മാറ്റിയാൽ മതി. അപ്പം അധികം ചെളിയൊന്നും ഈ കോളറിൽ ഉണ്ടാവത്തില്ല. ആർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ചെയ്തു നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്പിലേക്ക് പോകാം. ടിപ്പ് നമ്പർ 2. ഇതുപോലെ നമ്മൾ പാലൊക്കെ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കുന്ന പാൽപാത്രം ഉണ്ടല്ലോ, ഇത് നമ്മൾ എത്ര നന്നായിട്ട് കഴുകി ഉണക്കി വെച്ചാലും അതിനകത്ത് ആ ഒരു ബാഡ് സ്മെൽ ഉണ്ടാവും പാലിൻ്റെ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. എത്ര ഡിഷ് വാഷ് ഇട്ട് കഴുകി എന്ന് പറഞ്ഞാലും ഒരു പാലിൻ്റെ ഒരു ബാഡ് സ്മെല്ലുണ്ട്. അപ്പോൾ നമ്മൾ അത് കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പ് പറഞ്ഞുതരാം. പാൽപാത്രം നന്നായിട്ട് കഴുകി ഉണക്കുക. ഉണക്കിയതിന് ശേഷം എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്ന കാര്യമാണ് കേട്ടോ. ഇതുപോലെ നമ്മുടെ ന്യൂസ് പേപ്പർ എടുക്കുക. ന്യൂസ് പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഈ പാൽപാത്രത്തിൻ്റെ ഉള്ളിലേക്ക് ന്യൂസ് പേപ്പർ ഇങ്ങനെ ഇറക്കി വെച്ച് അതിനുശേഷം ഇത് അടച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ പാലൊക്കെ വാങ്ങിച്ച് പാത്രമൊക്കെ കഴുകി ഉണക്കിയതിന് ശേഷം ഇതുപോലൊരു ന്യൂസ് പേപ്പർ ഇട്ടിട്ട് അടച്ചു വെക്കുകയാണെങ്കിൽ ആ ഒരു ബാഡ് സ്മെൽ ഉണ്ടാവതേയില്ല. പിറ്റേ ദിവസവും നമ്മൾ പാല് വാങ്ങിക്കുന്ന സമയത്ത് ഈ ന്യൂസ് പേപ്പർ എടുത്ത് മാറ്റിയതിന് ശേഷം പാല് വാങ്ങിച്ചാൽ മതി. അതിനുശേഷം നന്നായിട്ട് വാഷ് ചെയ്ത് ഉണക്കിയതിന് ശേഷം വീണ്ടും ഈ സെയിം ന്യൂസ് പേപ്പർ തന്നെ ഇതുപോലെ ഇറക്കി വെച്ചിരുന്നാൽ മതി കേട്ടോ. അപ്പം ഒരിക്കലും ഈ ഒരു പാത്രത്തിൽ ആ ഒരു ബാഡ് സ്മെൽ ഉണ്ടാവത്തില്ല. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണേ. ടിപ്പ് നമ്പർ 3. ഇവിടെ ഞാനൊരു സോപ്പ് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ സോപ്പൊക്കെ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് അലുത്ത് പോകും അല്ലേ, വെള്ളമൊക്കെ വീണിട്ട്. ഇപ്പോൾ സോപ്പ് ബോക്സിൽ വെക്കുകയാണെങ്കിൽ അതിനകത്തൊക്കെ വെള്ളം വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് അലുത്ത് പോകാനുള്ള ചാൻസ് ഏറെയാണ്. പ്രത്യേകിച്ച് ഡിഷ് വാഷ് ഒക്കെ ആണെങ്കിൽ ഒരാഴ്ച പോലും നമുക്ക് ഒരെണ്ണം ഉപയോഗിക്കാൻ വേണ്ടി പറ്റാത്ത സ്ഥിതി വരും അല്ലേ. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് സോപ്പ് അത്ര പെട്ടെന്നൊന്നും നമുക്ക് അലുത്ത് പോകാതെയും അതിൽ വെള്ളം പിടിക്കാതിരിക്കാനുള്ള ഒരു ചെറിയ സൂത്രം പറഞ്ഞു തരാം കേട്ടോ. ഇങ്ങനെ നമ്മൾ കൊച്ചു ടിപ്പുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജോലിയൊക്കെ വളരെ ഈസി ആയിട്ട് തീരുകയും ചെയ്യും. ഒത്തിരി പ്രയാസമാണെന്ന് തോന്നുവാണെങ്കിൽ പോലും കൂടെ അത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ സോപ്പ് എടുത്തിട്ട് നമ്മുടെ ഏതെങ്കിലും ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പ് എടുക്കുക. ക്യാപ്പ് എടുത്തിട്ട് ഈ ബാക്ക് സൈഡിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ടങ്ങ് കൊടുക്കുക. ഇങ്ങനെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേനും അത് അവിടെ ഇരുന്നോളും. ഇനി നിങ്ങളിതൊന്ന് തറയിൽ വെച്ച് നോക്കി, അല്ലെങ്കിൽ സോപ്പ് ബോക്സിൽ വെച്ച് നോക്കിക്കുകയും ഒരിക്കലും ഇത് ആ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതുമായിട്ട് ടച്ച് ആകത്തില്ല. അപ്പോൾ ഇങ്ങനെ പൊങ്ങി തന്നെ നിൽക്കും. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്നൊന്നും അലുത്ത് പോകത്തുമില്ല. അപ്പം നമ്മൾ ഡിഷ് വാഷൊക്കെ ആണെങ്കിൽ ഈസി ആയിട്ട് നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും. ഒരുപാട് നാൾ നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഇനിയിപ്പം വാഷിംഗ് സോപ്പ് ആണെങ്കിലും അതിലും നമുക്ക് ഈ ഒരു രീതിക്ക് ഒരു ബോട്ടിൽ ക്യാപ്പ് വെക്കുകയാണെങ്കിൽ നമുക്ക് അനായാസം ഇതുപോലെ നമുക്ക് തുണിയൊക്കെ അലക്കാം. തുണിയിൽ നമുക്ക് ഈ സോപ്പൊക്കെ ഇങ്ങനെ നന്നായിട്ട് തന്നെ ആക്കുകയും ചെയ്യാം. പെട്ടെന്നൊന്നും ഇത് തേഞ്ഞ് തീരത്തുമില്ല. അപ്പോൾ ചെറിയൊരു ടിപ്പാണെങ്കിലും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒന്നാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണേ. ടിപ്പ് നമ്പർ 4. തലേദിവസം പയറ്, കടല, പരിപ്പ് ഇതൊക്കെ വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. എന്നാൽ ചില ദിവസങ്ങളിലൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ മറന്നു പോകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് പറഞ്ഞു തരാം. ഇതിപ്പോൾ കടലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ കുതിർത്തി വേവിച്ചെടുക്കാനുള്ള ടിപ്പാണ്. അപ്പോൾ കടല നന്നായിട്ട് കഴുകിയെടുക്കുക. പിന്നെ വേണ്ടത് ഇതുപോലത്തെ കാസറോളാണ്. എന്നിട്ട് കഴുകിയ കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി വേണ്ടത് നല്ല തിളച്ച വെള്ളമാണ്.
അപ്പോൾ ഇതുപോലെ നല്ല ചൂടുള്ള വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് അപ്പോൾ തന്നെ നമുക്കിത് ക്ലോസ് ചെയ്തിട്ട് വെക്കാം. എന്നിട്ടൊരു 15 മിനിറ്റ്, അതിൽ കൂടിയാൽ 20 മിനിറ്റ് അത്രയേ വേണ്ടൂ. നമുക്ക് നല്ലപോലെ കടല കുതിർന്ന് കിട്ടും. ഇതുണ്ട്, ഇപ്പോൾ ഒരു 15-20 മിനിറ്റിന് ശേഷം ഞാൻ എടുത്തപ്പം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും ആ കടലയൊക്കെ നന്നായിട്ട് തന്നെ വീർത്ത് വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതുകൊണ്ട് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഞെരടുമ്പം തന്നെ കണ്ടോ അതിൻ്റെ തൊലിയെല്ലാം ഒന്ന് സെപ്പറേറ്റ് ആയിട്ടിട്ട് നല്ലപോലെ ഇത് കണ്ടോ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മൾ വെള്ളത്തിൽ തലേദിവസം ഇട്ട് എങ്ങനെ കുതിർക്കുന്നോ അതേമാതിരി നമുക്ക് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക കേട്ടോ. ഇനി നമ്മൾ ഇത് കുക്കർ എടുത്തിട്ട് ഈ ഉപ്പൊക്കെ ഇട്ടത് കൊണ്ട് തന്നെ ഈ വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് വിസിലടുപ്പിച്ച് വേവിച്ച് എടുക്കാവുന്നതാണ്. അപ്പം വളരെ പെട്ടെന്ന് തന്നെ തലേദിവസം വെള്ളത്തിൽ ഇട്ടില്ലെങ്കിൽ പോലും കൂടെ ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ അടിപൊളി കടലക്കറി വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ടിപ്പ് നമ്പർ 5, ഇന്നത്തെ 5ാമത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് സോപ്പ് പൊടി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിതിപ്പം സർഫ് എക്സലിൻ്റെ സോപ്പ് പൗഡറാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് മെൽറ്റാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മെൽറ്റാക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് സ്മെല്ലിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു എസൻഷ്യൽ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ എസൻഷ്യൽ ഓയിൽ ഒന്നും ഇല്ലാച്ചാൽ നമുക്ക് ഇത് കംഫോർട്ട് ഉണ്ടല്ലോ, സ്മെല്ലുള്ള കംഫോർട്ട് ഒഴിച്ചു കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് പുൽത്തൈലം ആട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലൊരു ഗ്ലാസ് ബോട്ടിൽ എടുക്കുക. എന്നിട്ട് ആ ഗ്ലാസ് ബോട്ടിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു പകുതിയോളം ഒഴിച്ചു കൊടുത്താൽ മതിയാകുമേ. എന്നിട്ട് ഇനി നമ്മൾ ഇതിലോട്ട് ചെയ്യാൻ പോകുന്നുണ്ടല്ലോ, കുറച്ച് ഓയിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഫ്രൈ ഒക്കെ ചെയ്യുമ്പോൾ മിച്ചം വരുന്ന ഓയിലില്ലേ, അങ്ങനത്തെയാണ്. മീനും ഇറച്ചിയൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ മിച്ചം വരുന്ന ആ ഓയിലൊന്ന് എടുത്തേക്കുന്നതാണ്. ഇതിപ്പോൾ ചിക്കൻ വറുത്തതിൻ്റെ ആ ഒരു ഓയിലാണ്. അത് ഞാൻ ഈ ബോട്ടിൻ്റെ മുകളിലേക്ക് ഇതുപോലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ക്യാപ്പിൽ ഞാൻ ഒരു ഹോളൊക്കെ ഇട്ടിട്ട് ഒരു തിരിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഇങ്ങനെ ഒന്ന് അടച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ നല്ല അടിപൊളി ഒരു വിളക്കാണ് റെഡിയാക്കിയിരിക്കുന്നത്. ഈ വിളക്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ കത്തിച്ച് കഴിഞ്ഞാൽ നല്ല സുഗന്ധമാണ്. നമ്മൾ ഇതിനകത്ത് എടുത്തേക്കുന്ന ഓയിൽ എന്ന് പറയുന്നത് ഫ്രൈ ഒക്കെ ചെയ്തിട്ട് മിച്ചം വന്ന ഓയിലാണല്ലോ. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ പ്രത്യേകിച്ച് സ്മെല്ലൊന്നുമില്ല. പക്ഷേ നമ്മൾ ഈ പിന്നെ എസൻഷ്യൽ ഓയിലൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ വിളക്ക് ഇങ്ങനെ കത്തുമ്പോൾ നല്ല അടിപൊളി ഒരു സുഗന്ധമാണ്. അപ്പം മിച്ചം വന്ന് നമ്മൾ കളയാൻ വെച്ചിരിക്കുന്ന ഇതുപോലെ വേസ്റ്റ് ആയിട്ടുള്ള ഓയിലൊക്കെ ഉപയോഗിച്ച് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു വിളക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതും നല്ല സുഗന്ധത്തോട് കൂടിയത്. അപ്പോൾ ഇനി ആരും ഇതുപോലെ മിച്ചം വന്ന ഓയിലൊന്നും കളയരുത്. അപ്പം എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക കേട്ടോ. ടിപ്പ് നമ്പർ 6, ഇന്നത്തെ അവസാനത്തെ ടിപ്പും കൂടിയാണ്. ഒരു ബൗളിലേക്ക് 1 സ്പൂൺ മുളക് പൊടി എടുത്തു, 1 സ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് വൈറ്റ് കളർ ടൂത്ത് പേസ്റ്റ് ആണ്. അപ്പോൾ ഇത് ഇത്രയും ടൂത്ത് പേസ്റ്റ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇതിലേക്ക് വെള്ളം ഒന്നും ചേർക്കണ്ട കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഗ്ലൗസ് വേണമെങ്കിൽ ഇട്ടോട്ടോ, മുളക് പൊടിയല്ലേ, കൈ നീറാണ്ട് ഇരുന്നോളും. ഇതിപ്പം ഇതുപോലെ ബോൾസ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉപയോഗം എന്താണ് എന്ന് പറയാം. നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ പല്ലികളെ തുരത്താൻ വേണ്ടിയിട്ട് പറ്റിയ നല്ല അടിപൊളി ഒരു ഹോം റെമഡിയാണ് ഇത്. ഇങ്ങനെ ബോൾസ് ആക്കി മാറ്റിയ ഇത് പല്ലികൾ സാധാരണ കാണാറുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി വെച്ചാൽ മതി. അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ പല്ലികൾക്ക് പെട്ടെന്ന് തന്നെ വയറ്റിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. കാരണം ബേക്കിംഗ് സോഡയും മുളക് പൊടിയും ഒക്കെയാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പല്ലുകൾ ചത്തുപോകാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ ഈ രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. കാരണം കിച്ചണിലൊക്കെയാണ് എപ്പോഴും പല്ലുകൾ സാധാരണ കാണാറുള്ളത് അല്ലേ. അപ്പം കിച്ചണിലൊക്കെ ഇത് ഓരോ ബോൾ ഇതുപോലെ പല്ലിയെ കാണാറുള്ള സ്ഥലങ്ങളിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു സിമ്പിളായിട്ടുള്ള ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.